അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ നോക്കുന്ന ആയിഷിൻ്റെ വണ്ടിയുണ്ട്. പാവ ഒരു കുട്ടി തല അവിടെ നിന്ന് ടാറ്റ തരണം കേട്ടോ. അങ്ങനെ ആയിഷ സ്കൂളിൽ പോവാണ്. അങ്ങനെ മണ്ടത്തും കൂടെ എത്തി അവിടെ നിന്ന് പോകുന്നത് വിചാരിച്ചു. ഫോട്ടോ എടുത്ത് തന്നപ്പോൾ എൻ്റെ തിരിച്ചൊന്ന് മറന്നു. പിന്നെ നമുക്ക് കളി ചെയ്യാനുള്ള ബസ്സാണ് കിട്ടിയത്. അങ്ങനെ കയറി അതിലിരുന്ന് കുറേ ഇത് ചുറ്റി പോണ ബസ്സായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം ഇരുന്നപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴാണ് ഈ ക്ഷേത്രം കണ്ടത് കേട്ടോ. ഇത് ഞാൻ എപ്പോൾ പോയാലും ബസ്സിൽ പോയി എപ്പോഴും ഞാൻ ഇത് കാണും. പക്ഷേ ഇതുവരെ ഇറങ്ങാൻ ഒന്നും പറ്റിയിട്ടില്ല. നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞാൻ അവളും കൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വന്നപ്പോൾ ഞാൻ ചറവി വീഴാൻ പോയി. അങ്ങനെ പിന്നെ എല്ലാം സെറ്റായി നമ്മൾ പിന്നെ കളിക്ക് അവിടെ എത്തി. അവിടുന്ന് പെട്ടെന്ന് ബസ് കിട്ടി കേട്ടോ. അപ്പോൾ കേരള ബസ് നമുക്ക് കിട്ടിയില്ല, തമിഴ്നാട് ബസ്സാണ് കിട്ടിയത്. അല്ലാതെ എനിക്ക് തമിഴ്നാട് ബസ് അത്ര ഇഷ്ടമല്ല, പക്ഷേ ഇത് സൂപ്പറായിരുന്നു. പുതിയ ബസ്സാണ് കേട്ടോ. നല്ല വലിയ സീറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. നമ്മളൊരു 2-3 ഉറക്കമൊക്കെ ഉറങ്ങി കേട്ടോ. പിന്നെ വീണ്ടും നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഇടയിൽ പിന്നെ ഈ സ്ഥലത്താണ് നമ്മൾ മുമ്പ് ടൂറിന് വന്നപ്പം ഇവിടെ ഇറങ്ങിയിട്ടാണ് പോയത്. ഇവിടെ ഇറങ്ങി പിന്നെ ബസ് കയറിയാണ് അങ്ങ് അമ്മയുടെ വീട്ടിൽ പോയത്. അങ്ങനെ ആ സ്ഥലമൊക്കെ കണ്ടപ്പോൾ അത് ഓർമ്മ വന്നു. പിന്നെ അതും കൂടെ അങ്ങ് വീഡിയോ എടുത്ത് അതിനുശേഷം വീണ്ടും കിടന്നുറങ്ങി കേട്ടോ. ഗൂഗിൾ മാപ്പ് ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്ഥലം അറിഞ്ഞൂടല്ലോ. അങ്ങനെ നമ്മൾ ഈ റൂട്ട് ബസ്സിൽ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോകണത് നമ്മൾ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലത്ത് അവിടെ എത്തി. അമ്മ വണ്ടിയിലാണ് വന്നത്. അങ്ങനെ അമ്മയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ വിളിക്കാൻ കുറച്ച് വന്ന്. അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തി. ശശില മുളിച്ച് കളിക്കുന്നപ്പോൾ അപ്പൂപ്പനും ഇറങ്ങി വന്ന് പിന്നെ നമ്മൾ കോവിലിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം മിന്നിക്കുട്ടി ഓൾറെഡി കോവിലായിരുന്നു. പിന്നെ അവൾ എൻ്റെ കൂടെ വന്നു. അപ്പോൾ നമ്മൾ ചൂരൻ ഇവിടെയാണ് നമ്മുടെ സ്റ്റാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം നമ്മൾ ചൂരനെ കൊല്ലും. അങ്ങനെ പിന്നെ അവിടെ നിന്ന് സദ്യയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ അവിടെ പോയപ്പോൾ നമുക്ക് ദീപാവലിക്കുള്ള പടക്കങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ താമസിച്ചാണ് പോയത്, എന്നാലും നമുക്ക് അവരെടുത്ത് തന്നു. കുറേ അതിലുണ്ടായിരുന്നു. അങ്ങനെ അത് നമുക്ക് കൈമാറി ഹാപ്പി ആയിട്ട്. അങ്ങനെ അതും വീഡിയോ എടുത്ത് വെച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ഒന്ന് കുളിച്ചെല്ലാം സെറ്റായപ്പോൾ നമ്മുടെ ചൂരൻ നമ്മളെ മുരുകനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവിടെ ചുറ്റാൻ തുടങ്ങി. അങ്ങനെ ഇത് ഫസ്റ്റ് ഇങ്ങനെ നമ്മുടെ നാട് അവിടെ ഊരെന്നാണ് പറയണത്. അവിടെ ഫുള്ള് ഇങ്ങനെ ചുറ്റും പോയി എല്ലാ വഴിയിൽ കൂടെ പോയി പിന്നെ കോവിലിൽ പോകും. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ റെഡിയായി ഇറങ്ങി. അപ്പോൾ ഇതാ അടുത്ത് ചൂരൻ ഓരോ സ്ഥലത്തു നിന്ന് വരികയാണ്. നമ്മളുടെ ഏരിയ കഴിഞ്ഞ് ഇനി അടുത്ത ഏരിയയിൽ പോയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ മിന്നുവും കൊച്ചിനും ഉണ്ടായിരുന്നു. അപ്പോൾ മിന്നുവിനെ വിളിച്ച് നമ്മൾ പൂ അവൾക്ക് തലയിൽ വെച്ച് കൊടുക്കാൻ മറന്നുപോയി. പിന്നെ അത് അവൾക്ക് കൊടുത്തു. അങ്ങനെ കുറച്ച് നേരം നിന്ന്. അപ്പോൾ ഇത് കാണാൻ നല്ല രസമാണ്. ആദ്യമായിട്ട് ഞാൻ കഴിഞ്ഞ വർഷമാണ് ഈ ചുരൻ തിരുവിഴ എന്നാണ് പറയുന്നത് അതിന് പോയത്. അപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ. കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ചൂരൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നല്ലതായിട്ട് ഷോൾഡർ പെയിൻ കാണും. കാരണം നല്ല വെയിറ്റാണ്. ഈ എന്തോന്ന് പറയാം, വൈക്കോലും തടിയും അതൊക്കെ വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ ഇത് ഫുള്ള് ഈ തുള്ളിയാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല വെയിറ്റ് ആയിരിക്കില്ല. പക്ഷേ മുരുകൻ്റെതാണെങ്കിൽ അത്ര എന്തോന്നും തുള്ളൽ അങ്ങനത്തെ ഇതൊന്നുമില്ല. ശാന്തമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ചൂരൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് പേടിയാം. കാരണം നമ്മളെ മണ്ടയ്ക്കായിട്ട് വന്ന് വീഴുമെന്ന്. കാരണം കണ്ട ഒരു ലെക്കും ബ്രേക്കും ഇല്ലാതെയാണ് നിൽക്കുന്നത്. അത് പിടിച്ചിരിക്കുന്നവരായാലും എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ആ സാധനം. അത് വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ടാണ് നിൽക്കുന്നത്, പക്ഷെ നല്ല വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പക്ഷേ നമുക്ക് മുരുകൻ്റെ അടുത്തേക്ക് തന്നെയാണ് സേഫ്. കാരണം നമ്മുടെ അടുത്തോട്ട് അങ്ങനെ എന്തോന്നും വരൂല. പക്ഷേ മറ്റേതാണെങ്കിൽ ഇടയ്ക്കൊരിക്കൽ നമ്മുടെ അടുത്തോട്ട് വന്ന് നമ്മളെല്ലാവരും കൂടി വീഴാൻ പോയി. കാരണം പെട്ടെന്ന് പേടിയാവൂലേ. അങ്ങനെ കുറേ നേരം അത് കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ ചൂരൻ്റെ സിംഹമുഖം മാറ്റി സാധാ മുഖം ഇതാക്കി 2 മുഖം മാറ്റി വെക്കും കേട്ടോ. അങ്ങനെ അതുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പിന്നെ അല്ലാതെ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ, അതായത് ഇതിൻ്റെ കാരണമൊക്കെ പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഇടുവേ. അത് ഈ കഥയായാലും എനിക്കൊന്നും അറിഞ്ഞൂടായിരുന്നു. എൻ്റെ അനിയത്തിയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അവൾ വോയിസ് അയച്ചു തന്നിട്ടാണ് ഞാൻ ആ വീഡിയോ പിന്നെ ചെയ്ത് ഇടും. ഓക്കെ, അങ്ങനെ നിന്നു. അപ്പോൾ ഇത് ഒരു കുറേ നേരമായി തുടങ്ങിയിട്ട്, പക്ഷെ നമ്മൾ വരാൻ വേണ്ടി താമസിച്ചു. നമ്മൾ റെഡിയായി അവിടെ തന്നെ അങ്ങ് നിന്നു. അപ്പോൾ വൈകുന്നേരം ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് 6:30 ആകുമ്പോഴാണ് നമ്മൾ ചൂരനെ കുത്തിക്കൊല്ലുന്നത്. അപ്പോൾ വീണ്ടും ചൂരൻ വന്ന് നമ്മുടെ മുരുകനെ ഇങ്ങനെ എന്തോന്ന് ഈ യുദ്ധത്തിനൊക്കെ ഇങ്ങനെ വിളിക്കൂലേ, അതേപോലെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ചൂരൻ ഇങ്ങനെ അടുത്ത് വരുമ്പോൾ നമ്മുടെ മുരുകനാണെങ്കിൽ ഇതാ ഇങ്ങനെ വേലിങ്ങനെ കാണിക്കുമ്പോൾ പേടിച്ച് തിരിച്ചു പോകും. അങ്ങനെ കുറേ നേരം ഇതുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ നോക്കിക്കൊണ്ടുവന്നു. അപ്പോഴത്തേക്കും പതുക്കെ അങ്ങ് ഇരുട്ടി തുടങ്ങി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ വ്രതം എടുക്കുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അനിയത്തിയും വ്രതമായിരുന്നു. കാരണം അവർ ഇന്നത്തെ ദിവസം അവർ അങ്ങനെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല, പാനയ്ക്ക് മാത്രമാണ് കുടിച്ചത്. അതിനുശേഷം ഈ കുളത്തിൽ ഇറങ്ങി കുളിക്കും. അതിൻ്റെ ഇടയിൽ നമ്മൾ പിന്നെ കുറച്ച് ഹാർട്ടൊക്കെ വെച്ച് കളിച്ചു വന്നു. അപ്പോഴത്തേക്കും പിള്ളേരെ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. പിള്ളേരും ബോയ്സ് എല്ലാവരും ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ വാനവെടി ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ വർഷം ഇതുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഞാനും എൻ്റെ അമ്മയും കൂടെ വഴക്കായതുകൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. അതിനുശേഷം ചൂരനെ മുരുകൻ കൊല്ലണതിന് മുമ്പ് ചൂരനാണെങ്കിൽ മുരുകനെ ഒരു 3 പ്രാവശ്യം ഇങ്ങനെ വലം വെക്കും. അങ്ങനെ അവസാനഘട്ട വലം വെപ്പ് അങ്ങനെ കറക്റ്റ് 6:30 ആയപ്പോൾ തന്നെ നമ്മുടെ പോറ്റി കയ്യിൽ നമ്മുടെ വേലെടുത്തിട്ട് ചൂരനെ കൊല്ലാൻ പോവുകയാണ്. അപ്പോൾ ആ സമയം ഭയങ്കരമായിട്ട് ഓരോ പടക്കങ്ങളൊക്കെ വെച്ച് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഭയങ്കര
കൂവലും വിളിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചൂരനവിടെ കുത്തിക്കൊന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര ആഘോഷമായിരുന്നു. കാരണം ഒരു അസുരനെ നശിപ്പിക്കണം അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ്. അങ്ങനെ നമ്മുടെ ചൂരൻ മരിച്ച്. ഇനി അടുത്ത വർഷം വരും. അപ്പോൾ ചൂരനെ അങ്ങ് കൊണ്ടുപോയി. അപ്പോൾ നന്നായിട്ട് നല്ല രസമുണ്ടായിരുന്നിട്ട് നോക്കും. പിള്ളേരൊക്കെ വെള്ളത്തിൽ ചാടി നിന്ന് അത്രയും നേരം ഈ വ്രതം ഇരുന്നവരൊക്കെയാണ് കേട്ടോ വെള്ളത്തിൽ ചാടി കുളിച്ച് ചൂരൻ്റെ ഗതയൊക്കെ കൊണ്ടുപോയി ഓരോ പാർട്സായിട്ടൊക്കെ ഊരിയെടുത്ത് പാവം ചൂരൻ മരിച്ചു പോയി ഗൈസ്. അതിനുശേഷം കുറേ നേരം ഈ വാനവെടി ആ സാധനം അതുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പാട്ടൊക്കെ ഇട്ട് പിന്നെ മുരുകനെ അവിടെ നിന്ന് കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ അതിനുശേഷം മുരുകൻ തിരിച്ച് കോവിലോട്ട് പോകുമ്പോൾ അതാ കണ്ട പൂത്തിരി പോലത്തെ സാധനം ഇവിടെ ഇങ്ങനെ ഒരെണ്ണമായിട്ടല്ല, ഇത് 5 എണ്ണമായിട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നത് നല്ല രസമുണ്ടായിരുന്നു. കാരണം ഇനി അടുത്ത വർഷം കാണാൻ പറ്റും. പിന്നെ ദീപാവലിക്കൊന്നും നമ്മളങ്ങനെ പോവില്ല. അപ്പോൾ നോക്കിയപ്പോൾ വീണ്ടും കുറേ പിള്ളേരൊക്കെ വെള്ളത്തിൽ ചാടുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ ഇറങ്ങി കുളിക്കും, ഇല്ലെങ്കിൽ ആറ്റിലൊക്കെ പോകും കേട്ടോ. ഓരോരുത്തരും ഓരോ സ്ഥലത്താണ്. അതിനുശേഷം നമ്മുടെ മുരുകൻ തിരിച്ച് കോവിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിനെ വരവേക്കാൻ വേണ്ടിയിട്ട് പൂത്തിരിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരെണ്ണമായിട്ടല്ല, ഇത് 5ആയിട്ടാണ്. എനിക്ക് ഫുൾ വീഡിയോ കിട്ടിയില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ പോകാൻ നേരത്ത് പാനയ്ക്കം, ഇതാണ് പാനയ്ക്കം, അത് കിട്ടി. പിന്നെ പ്രസാദം കിട്ടി, മഞ്ഞച്ചോറ്, പിന്നെ പഞ്ചാമൃതം, എല്ലാം കടല, കുറേ സാധനങ്ങളുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. പിന്നെ നമ്മൾ കമ്പിത്തിരിയൊക്കെ കത്തിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടെറസിൽ പോയി നോക്കിയപ്പോൾ നല്ല വ്യൂ ആയിരുന്നു രാത്രി. അങ്ങനെ നമ്മൾ പിന്നെ കമ്പിത്തിരിയൊക്കെ കത്തിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തലച്ചക്രം കറക്കി. സംഭവം സത്യം പറഞ്ഞാൽ പേടിച്ചു. കാരണം സാധാരണ ഇങ്ങനെ കറങ്ങും, അത്രയല്ലേ ഉള്ളൂ. ഇത് കറങ്ങിയിട്ട് അവസാനം ഒറ്റ പൊട്ട്. എന്താണെന്ന് അറിഞ്ഞില്ല. തിരിച്ചു വെച്ചുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞൊന്നും മനസ്സിലായില്ല. പിന്നെ മിന്നിക്കുട്ടി കത്തിച്ച്. അങ്ങനെ എല്ലാവരും കത്തിച്ചേട്ടോ. ഞാൻ വിചാരിച്ചില്ലേ ഈ പിള്ളേരൊക്കെ ഈ നമ്മുടെ ചെറുതായാലും വലുതായാലും എല്ലാ പടക്കവും ഇവരെടുത്ത് പൊട്ടിക്കും. പക്ഷെ എനിക്കാണെങ്കിൽ ഞാൻ മുളക് പടക്കമാണ്, അല്ലാതെ കമ്പിത്തിരി, പൂത്തിരി, തലചക്രം, പിന്നെ മുളക് പടക്കം, അത്രയേ ഉള്ളൂ. ബാക്കിയൊന്നും പിന്നെ പാമ്പുപുലിയ അത്രയും പൊട്ടിക്കും. അതിനുശേഷം ഞാനൊരു പൂത്തിരിയൊക്കെ കത്തിച്ച് കൊള്ളായിരുന്നു കേട്ടോ. ഇത് ഇത്രയും അവരത് ആയിരുന്നു കേട്ടോ, അവരിൽ ഉണ്ടായിരുന്നതാണ്. പിന്നെ നമ്മുടെതും പൊട്ടിക്കാന്ന് വിചാരിച്ചു. ഈ അവിടെ ഒരു ചുവന്ന ലൈറ്റ് കണ്ടില്ലേ, ഇതെന്തോ ബട്ടർഫ്ലൈ എന്താണ് പറഞ്ഞത്, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ സാധനം. അതിനുശേഷം നമ്മളെ ബോക്സ് പൊട്ടിച്ചു. ഇത്രയും നേരം അവരേൽ ഉണ്ടായിരുന്നു തന്നെ നമ്മൾ പൊട്ടിച്ചത്. ഇത് നമ്മുടെ അടുത്ത് വീട്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷേ ഞാനും എൻ്റെ അനിയത്തിയും മാത്രമല്ലേ ഉള്ളൂ. നമ്മളും ഒരു ഹാപ്പിനെസ് ആണല്ലോ, എല്ലാവരും കൂടെ ഒന്ന് കത്തിക്കുമ്പോൾ നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മളല്ലാതെ ദീപാവലിക്കൊന്നും അങ്ങ് പോവില്ല. ഇപ്രാവശ്യം കിട്ടിയ ചാൻസ് അങ്ങ് മുതലാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഓരോന്നായിട്ട് പൊട്ടിക്കാൻ തുടങ്ങി കേട്ടാ. ഇത് എന്തോന്ന് ഫോട്ടോ എന്നാണ് അവൻ പറഞ്ഞത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഇങ്ങനെ തന്നെ നിൽക്കും. ഇങ്ങനെ നിന്നിട്ട് ഫ്ലാഷ് അടിക്കില്ല നമ്മളെ ലൈറ്റിൽ. ഫോട്ടോ എടുക്കുമ്പോൾ ഫ്ലാഷ് അടിക്കും പോലെ ഇങ്ങനെ കത്തിക്കത്തേക്ക് നിൽക്കും, അത്ര തന്നെ. അങ്ങനെ കുറേ നേരം അതുണ്ടായിരുന്നു. അതിനുശേഷം ഓരോന്നായിട്ട് എടുത്തു. പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എന്താണ് എനിക്ക് സത്യം ഞാൻ ഓരോന്നിൻ്റെ പേരറിഞ്ഞു. ഇവിടെ പറയണ വേറെ, അവിടെ പറയണ വേറെ. ഇവിടെ മുളക് പടക്കത്തിന് എന്തോണ്, അവിടെ ബിജിലി എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോന്നിനും പേരൊക്കെ വേറെ. കമ്പിത്തിരിയെ കമ്പിമുത്താപ്പ്, അങ്ങനെ ഓരോന്നൊക്കെയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും ഒരു ഫോട്ടോയും അതേപോലെ ഒരു പാമ്പും എടുത്ത് വെച്ച് രണ്ടുപേരും കത്തിക്കാൻ നോക്കി. ഒരാളുടെ കത്തിയില്ല, ഒരാളുടെ കത്തി. അങ്ങനെ വീണ്ടും ഇത് ഓരോ കളർ മാറി മാറി വരും കേട്ടോ. അപ്പോൾ കണ്ട ഇപ്പം സ്ക്രീനിൽ അല്ലാതെ നോക്കിക്കൊണ്ടിരുന്നാൽ തന്നെ കണ്ണൊരുമാതിരി തോന്നും. കുറച്ച് കഴിയുമ്പം നേരിട്ടും അങ്ങനെയായിരുന്നു. കണ്ണൊരുമാതിരി ഇരുണ്ട്, എന്ത് പറയണേ, ആ ഒരു ഫീലില്ലേ, അങ്ങനെയായിരുന്നു. അപ്പം പറഞ്ഞു ഫോട്ടോ എല്ലാവരും ഫോട്ടോ എടുക്കണം, പോസ്റ്റ് ചെയ്ത് നിൽക്കി എന്നൊക്കെ. അങ്ങനെ കുറെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിന്ന് കുത്തിരി കത്തിക്കാൻ അങ്ങനെ കത്തിച്ച്. ചിലരുടെ അത് കത്തി, ചിലരുടെ അത് കത്തിയില്ല. ഞാൻ കത്തിച്ചോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എൻ്റെ കയ്യിൽ ഒരു പൂത്തിരി എക്സ്ട്രാ ആയിരുന്നു, എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അതിനെ കൊണ്ടുവച്ച് ഞാൻ കത്തിക്കാൻ വേണ്ടി ഇരുന്നു. പിന്നെ അതിലേതോ ഒരെണ്ണവും കത്തിയില്ല എന്ന് തോന്നി, ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അങ്ങനെ അതും കൂടെ കത്തിച്ചിട്ട് അതിനെ നോക്കിക്കൊണ്ട് കുറച്ച് നേരം അവിടെ നിന്നേട്ടാ. അപ്പോഴത്തേക്കും പിന്നെ അടുത്ത സാധനങ്ങൾ എടുത്ത്, എന്താണ് എടുത്ത്, തലച്ചക്രമാണെന്ന് തോന്നുന്നു, തലച്ചക്രവും പൂത്തിരി എന്തോ ആണ്. അത് പോയി അവൻ കത്തിക്കാൻ നിന്ന്. അപ്പോഴത്തേക്കും അണഞ്ഞു പോയി. അങ്ങനെ മിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാൻ, നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പ്. തറയിൽ ഫുള്ള് എവിടെ കത്തിയത് എവിടെ കത്താത്തതെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടെ കമ്പിത്തിരി കത്തിച്ച്. നല്ല വലുതായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെതാണ് ഏറ്റവും അവസാനം കത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെതായിരിക്കും ഏറ്റവും അവസാനമാണ് ഇന്ന്, നിങ്ങളെല്ലാവരും കത്തിച്ച് തീരുമ്പോഴും എൻ്റെത് കാണും. എന്നിട്ട് ഏറ്റവും ഫസ്റ്റ് എൻ്റെതാണ് അണഞ്ഞത്. പിന്നെ എല്ലാവരും കൂടെ എന്നെ കളിയാക്കി കൊന്നു. അങ്ങനെ സൂപ്പറായിരുന്നു കേട്ടോ. എൻ്റെ ഇടയിൽ ഫോൺ വെച്ചിട്ട് ഇപ്പോൾ മിന്നിക്കുട്ടിയുടെ 2 ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത് കൊച്ചിച്ചൊരു മാലപ്പടക്കത്തിൻ്റെ ചെറുതൊന്ന് കത്തിച്ചേട്ടാ. നമ്മൾ പറഞ്ഞ് അങ്ങോട്ട് തിരിച്ചു വെച്ച് കത്തിക്കാൻ പറഞ്ഞതിന് മുമ്പ് അത് കത്തി. എൻ്റെ അനിയത്തി അമ്മയൊക്കെ ഓടി ഒന്ന് ഒളിച്ചു നിന്നു. അതിനുശേഷം തലച്ചക്രം കത്തിയപ്പം അതിൻ്റെ അടുത്ത് കിടന്ന് വേറെ എന്തൊക്കെയോ പൊട്ടുന്നുണ്ടായിരുന്നു. ഇവിടെയൊക്കെ എന്തൊക്കെ പൊട്ടുമെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടായിരുന്നു. പിന്നെ ഞാൻ ഒരു തലച്ചക്രം കത്തിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അത് കത്തിയില്ല. കുറേ നേരം ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ പറ്റിയില്ല. അപ്പോഴത്തേക്കും അനിയൻ വന്ന് ഫോൺ വാങ്ങിച്ചുകൊണ്ട് വന്ന് അടുത്ത് വെച്ച് വാ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അത് കത്തി.
എപ്പോൾ കത്തിയെന്ന് ഞാൻ കണ്ടില്ല. ഞാൻ വിചാരിക്കാത്ത ഇതിൽ പെട്ടെന്ന് കത്തി. ഞാൻ അങ്ങനെ ഒറ്റ ഓട്ടോടി. പിന്നെ അവ അത് വീഡിയോ എടുത്തു തന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഇത് പൊട്ടിയില്ല കേട്ടോ, മര്യാദയ്ക്ക് കത്തിയിട്ടങ്ങ് പോയി. അതിനുശേഷം നോക്കിയപ്പോൾ നന്നായിട്ട് കിടന്ന ടെറസാണ്. നമ്മളെല്ലാവരും കൂടെ വൃത്തിയിടാക്കി വെച്ചിട്ട് നിൽക്കുന്നു. പിന്നെ താഴെ വന്നിട്ട് കോലം വരയ്ക്കാനുള്ളതാണ്. കാരണം ഇനി ചൂരന് ഇതൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ നമ്മുടെ മുരുകൻ ഇനി നാട് കാണാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ മുരുകനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ വീട്ടിലും എല്ലാവരും സെറ്റായി താമ്പൂള തട്ട് ആ സാധനമൊക്കെ ഉണ്ടാക്കി വയ്ക്കും. അങ്ങനെ അതെല്ലാം സെറ്റാക്കി. അപ്പോൾ ശശിലമ്മ കോലം വരയ്ക്കണം കേട്ടോ. പണ്ട് ഞാനും വരയ്ക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ മുരുകൻ കോവിലിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ബാൻഡ് മേളം സാധനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. രണ്ട് ടൈപ്പ് ഇതുണ്ടായിരുന്നു. ഒന്ന് ഏത് നമ്മുടെ ബാൻഡും അതിനുശേഷം നാഗസ്വരവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം വരവേൽപ്പോടും കൂടെ നന്നായിട്ട് തന്നെ നമ്മുടെ മുരുകൻ കോവിലിൽ നിന്ന് ഇതാ ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ ഇനി വന്നിട്ട് കോവിലിനെ 3 ചുറ്റിയിട്ടാണ് ബാക്കി നാട്ടുകാരെയൊക്കെ, അതായത് ഓരോ വീട്ടിലും പോകും. അപ്പോൾ ഓരോ വീട്ടിലും പോയി കുറച്ച് നേരം അവിടെ നിന്ന് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ കൊടുക്കും. ഈ പഴം, പിന്നെ എന്തോന്ന്, പൂ, തേങ്ങ, അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ വെച്ച് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൂജ പോലെ ചെയ്തിട്ട് നമുക്ക് തരും കേട്ടോ. നല്ല രസമാണ്. ഇവിടത്തേക്കാളും കുറച്ചധികം വ്യത്യാസമാണ് കേട്ടോ അവിടുത്തെ ആചാരങ്ങളും ഇതൊക്കെ. അങ്ങനെ കോവിലിനെ 3 ചുറ്റിയിട്ട് മുരുകൻ അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ വീട് അടുത്താണ് കേട്ടോ. രണ്ടാമതിരിക്കുകയാണ് നമ്മുടെ വീട്. അങ്ങനെ ഞാൻ ഓടി വീട്ടിൽ പോയി. അപ്പോഴത്തേക്ക് ഫസ്റ്റ് വീട്ടിൽ കയറി. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്നു. അപ്പോൾ എല്ലാവരും പുറത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ താമ്പൂലത്തട്ട്. അങ്ങനെ അതെല്ലാം സെറ്റാക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അനിയത്തിയാണ് കേട്ടോ ഇപ്രാവശ്യം കൊടുത്തത്. അങ്ങനെ വീട്ടിൽ വന്നു. അങ്ങനെ അതൊക്കെ കൊടുത്തു. പൂജയൊക്കെ കഴിഞ്ഞ് നല്ല ഹാപ്പിയായി കേട്ടോ. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോയപ്പോൾ അവർ ഈ പൂത്തിരിയൊക്കെ കത്തിച്ച്, അതേപോലെ പിന്നെ അവരിലുണ്ട് കേട്ടോ. ഓരോ വീട്ടിൽ പോകുമ്പോഴും ഓരോ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തുമ്പോഴും അവർ എന്നെ കത്തിച്ചതിന് ശേഷമാണ് മുരുകൻ പറഞ്ഞത്. അങ്ങനെ തൊഴുത് നല്ല ഹാപ്പി ആയിട്ട് നിന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.